ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പഴയ കംപ്രസർ പെയിൻ്റ് അടിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ കംപ്രസർ ആകെ പൊടിയൊക്കെ പിടിച്ച് തുരുമ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പെയിൻറ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് പെയിൻ്റ് അടിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മളിത് കൈക്ക് ചിരണ്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേപ്പർ ഇട്ടാലൊന്നും പെയിൻറ്റ് കംപ്ലീറ്റ് റിമൂവ് ആവില്ല. അത്യാവശ്യം കുറച്ച് തുരുമ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പേപ്പർ ഇട്ടിട്ട് അങ്ങ് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി കിട്ടില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല കാണാൻ, കംപ്ലീറ്റ് ആ ടാങ്കിൻ്റെ മുകളിലെ പഴയ പെയിൻ്റൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല വൃത്തിയുണ്ടാകും പെയിൻ്റ് അടിച്ചിട്ട് കാണാൻ. അപ്പോൾ പെയിൻറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ റിമൂവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഷീലാക്കിൻ്റെ റിമൂവറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ റിമൂവർ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കണ്ണിലാകരുത്. അതുപോലെ കയ്യിൽ എന്തെങ്കിലും ഗ്ലൗസൊക്കെ ഇടുക. അപ്പോൾ ആണെങ്കിൽ ഗ്ലാസ് ഉപയോഗിക്കുക. അപ്പോൾ റിമൂവർ എടുക്കുമ്പോൾ ഇതുപോലെ സ്റ്റീലിൻ്റെ അങ്ങനെ എന്തെങ്കിലും ഡബ്ബിലെടുക്കുക. പ്ലാസ്റ്റിക്കിലെല്ലാം എല്ലാം പ്ലാസ്റ്റിക്കിൽ എടുത്തു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഷേപ്പൊക്കെ മാറി പെട്ടെന്ന് ആ പ്ലാസ്റ്റിക് ഒടിഞ്ഞ് ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കായി മാറും. അപ്പോൾ ഇതുപോലെ മെറ്റലിൽ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എല്ലാ പ്ലാസ്റ്റിക്കല്ല, ചില പ്ലാസ്റ്റിക് മാത്രം. അപ്പോൾ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. ബ്രഷ് വെച്ചിട്ട് മോശം ഒരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. എന്താ പറഞ്ഞാൽ ബ്രഷ് നല്ലതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പെയിൻ്റ് അടിക്കാനൊന്നും കൊള്ളൂല. ബ്രഷിൻ്റെ എന്താ പറയണ്ട്, ആ സ്വാഭാവികമായ ആ അവസ്ഥയെല്ലാം പിന്നെ പോവും. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് റിമൂവർ അടിച്ച് സെക്കൻഡ് കോട്ട് ഒരു 10 മിനിറ്റ് ആയിട്ട് അടിച്ചാൽ മതി. പക്ഷേ ഞാൻ സെക്കൻഡ് കോട്ടൊന്നുമില്ല, ഒറ്റ കോട്ടേ അടിക്കുന്നുള്ളൂ. എന്നിട്ട് ബ്ലേഡ് വെച്ചിട്ട് ഞാൻ ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിമൂവർ അടിച്ച് കഴിഞ്ഞാൽ എന്താ, റിമൂവറിൻ്റെ കംപ്ലീറ്റ് ഇതും ടാങ്കിലുള്ള റിമൂവർ കംപ്ലീറ്റ് കഴുകി ഒഴിവാക്കണം. ഒന്നിക്കുക സർഫും ഡിറ്റർജൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് പേപ്പർ ഇട്ടിട്ടോ അങ്ങനെ കംപ്ലീറ്റ് ആ റിമൂവറിൻ്റെ ഇത് കംപ്ലീറ്റ് ആ ടാങ്കിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ അംശം കംപ്ലീറ്റ് ഒഴിവാക്കണം. എന്നിട്ട് അതിന് ശേഷമേ പെയിൻ്റ് അടിക്കാൻ പാടില്ലുള്ളൂ. ലാസ്റ്റ് പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് തിന്നറൊക്കെ ഇട്ട് തുടക്കുക. ആണല്ലോ ഒരു കോട്ട അടിച്ചപ്പോൾ തന്നെ കംപ്ലീറ്റും റിമൂവായി കിട്ടുന്നുണ്ട്. അപ്പോൾ പോകാത്തതൊക്കെ നമ്മളെന്താണ് വാട്ടർ പേപ്പർ ഇട്ടിട്ട് ഒന്നുകൂടെ കഴുകുക. വാട്ടർ പേപ്പർ ഇട്ട് കഴുകി കഴിഞ്ഞാൽ കംപ്ലീറ്റ് നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും. പോകാത്ത അവിടെ നിന്നോട്ട്, പക്ഷെ കഴുകുമ്പോൾ ക്ലിയറായി കിട്ടും. ഇളകുന്നതൊക്കെ ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുന്ന സ്ട്രോങ് ആയിട്ട് ഇളകാതെ നിൽക്കുന്ന ഭാഗമെല്ലാം നമ്മൾ നല്ലപോലെ തേക്കും. വാട്ടർ പേപ്പർ ഇട്ട് തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ കട്ടിങ്ങൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വേറെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും വേറെ ഭംഗിക്കേടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ നല്ല ശരിക്കും കഴുകി വൃത്തിയാക്കി വേണമെങ്കിൽ ഡിറ്റർജൻ്റൊക്കെ ഇട്ട് കഴുകുക. ഓയിലോ അതുപോലെ തന്നെ എന്തെങ്കിലും മറ്റേ നമ്മളെ റിമൂവറിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ ഒന്ന് വെള്ളമൊഴിച്ച് സർഫോ എന്തെങ്കിലും ഇട്ടിട്ട് കഴുകുക. കംപ്ലീറ്റ് കഴുകി തുടച്ചെടുക്കുക. അതിന് ശേഷം പ്രൈമർ അടിക്കുന്നതിന് മുന്നേ ഇന്നിപ്പോൾ ഒന്ന് തിന്നറൊക്കെ ഇട്ട് തുടക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പ്രൈമർ അടിക്കുന്നത് അപ്പോക്സി പ്രൈമറാണ്. നമ്മൾ ഈ MS ക്വാളിറ്റിയിലെ ടാങ്കൊക്കെ നമുക്ക് ക്യൂഡി പ്രൈമറൊക്കെ അടിക്കുന്നത് കുറച്ചും കൂടെ നല്ലത്. പക്ഷെ എനിക്കിവിടെ ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെയുള്ള പ്രൈമർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പ്രൈമറും പെയിൻറ്റും വേറെ വാങ്ങിക്കാതെ ഇവിടെയുള്ള പെയിൻറ്റും പ്രൈമറും വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അപ്പോക്സി സിംഗിൾ പാക്ക് അപ്പോക്സിയാണ് ഞാൻ ഇതിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ചെറിയ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു കോട്ട് പുട്ടിയോ ബോഡി ഫില്ലറോ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ടാങ്ക് ഫിനിഷാകുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ അങ്ങനെ പുട്ടിയൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഏകദേശം പ്രൈമർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഹെഡിൽ സിലിണ്ടർ ബ്ലോക്ക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇനാമലല്ല, ഇനാമൽ ചെയ്ത് കഴിഞ്ഞാൽ ചൂടാവുന്നതാണ്. ഇനാമലും
അതുപോലെ തന്നെ ഗ്ലോസി ആയിട്ടുള്ള പെയിൻ്റൊക്കെ ഈ ചൂടാവുന്ന സ്ഥലങ്ങളിൽ അടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ചെയ്തത് ഒരു PU ബേസാണ് ഞാൻ ഇതിൻ്റെ സിലിണ്ടറിൻ്റെ മുകളിൽ ഈ സിലിണ്ടർ ബ്ലോക്കിൻ്റെ മുകളിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉള്ള പെയിൻറ്റ് വെച്ചിട്ട് ഞാൻ കൂടുതൽ പെയിൻ്റൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതിനുണ്ടായത് ഫാനൊക്കെ വേറെ കളറാണ് ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ മോട്ടറിന് വേറെ കളറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 1, 2, 3 കളറൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടാപ്പൊന്നും മാസ്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം തന്നെ നമ്മൾ 1, 2, 3 തരം പെയിൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് മാസ്ക് ടാപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പെയിൻ്റൊക്കെ ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് അടിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ ഭാഗങ്ങളിലെല്ലാം ഈ പെയിൻറ്റ് മാസ്ക് ചെയ്യേണ്ട ഭാഗങ്ങളിലെല്ലാം ഞാൻ ബ്രഷ് കൊണ്ട് കട്ട് ചെയ്തിട്ട് അടിക്കുവാണ്, സ്പ്രേ അടിക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ ഏകദേശം ബ്രഷ് കൊണ്ട് കട്ടിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സ്പ്രേ അടിക്കുക. അപ്പോൾ സ്പ്രേ അടിക്കുമ്പം ഗണ്ണിൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയിൻ്റാക്കി ഒന്ന് പോയിൻ്റാക്കി അടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിലൊന്നും ആവാതെ കറക്റ്റായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ തിരക്കാരണം വേറെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ഇടയ്ക്ക് ഒരു ദിവസം ക്യാപ്പിന് ചെയ്തതാണ്. നെക്സ്റ്റ് ദിവസം അടുത്ത വീഡിയോ നല്ല ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു കൗണ്ടർ പുട്ടിയിട്ട് പെയിൻ്റ് അടിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അടുത്ത ആഴ്ച ആ വീഡിയോ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കാണുക. ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ 1, 2, 1 കൂടുതൽ കളറൊക്കെ ഇങ്ങനെ അടിക്കേണ്ടി വരും. ഈ രീതിയിൽ നമുക്ക് ചെയ്യുന്നത് നല്ലത്. അല്ലാതെ നമ്മൾ മാസ്കിൻ്റെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനിതിപ്പോൾ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ തുടങ്ങിയതാണ്. 10 മണിയാകുമ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച കഴിയുമ്പോൾ ഒരു 2, 2:30 ആകുമ്പോഴേക്ക് പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോക്സി പ്രൈമർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആയി. നമ്മളിപ്പോൾ QD പ്രൈമറൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ എങ്ങനെയും ഒരു ദിവസം കഴിയണം. അതിൻ്റെ നെക്സ്റ്റ് എന്തെങ്കിലും ചില ഈ മഴയുള്ള കാലാവസ്ഥയെ 2 ദിവസമൊക്കെ കഴിയണം QD പ്രൈമറൊക്കെ ഡ്രൈ ആയി കിട്ടണമെങ്കിൽ. അപ്പോൾ നമ്മൾ അധികം പവറില്ലാതെ അടിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ അടിക്കുന്ന ഇനാമൽ പെയിൻ്റാണ്. ഇവിടെ ഉണ്ടായതാണ്. അപ്പോൾ വേറെ പെയിൻ്റൊന്നും വാങ്ങിക്കുന്നില്ല. സാധാരണ ഇങ്ങനത്തെ മെഷീനറിക്കൊക്കെ നീല പെയിൻറ്റ്, റെഡ്, യെല്ലോ അങ്ങനെയുള്ള പെയിൻ്റൊക്കെയാണ് കൊടുക്കാറുള്ളത്. നീല തന്നെ ലൈറ്റും കൊടുക്കുന്നുണ്ട്, ഡാർക്കും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓറഞ്ച്, റെഡ് ഇങ്ങനെയുള്ള കളറൊക്കെയാണ് കൂടുതൽ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിന് തന്നെ 2-3 കളറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ 2 കളറേ അടിക്കുന്നുള്ളൂ. 2 കളർ എന്നാൽ 3 കളറ്. അപ്പോൾ ഞാനതിൻ്റെ കുറേ സ്ഥലങ്ങളിൽ മാസ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടാങ്കിൻ്റെ ഇതൊക്കെ മോട്ടറിൻ്റെ എല്ലാം കപ്പാസിറ്റിയും ടാങ്കിൻ്റെ ഇതൊക്കെ ലേബലൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ഫുൾ കവർ ചെയ്തില്ല. അപ്പോൾ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മാസ്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ പേപ്പറൊക്കെ ഇളക്കി കളയാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. എപ്പോഴായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവണം. ആ കംപ്രസറിൻ്റെ HP-യും അതിൻ്റെ ടാങ്ക് കപ്പാസിറ്റിയും അതിൻ്റെ മോട്ടറിൻ്റെ ഇതും എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടായാൽ. അപ്പോൾ അതൊക്കെ നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കും. മാസ്ക് ചെയ്യുക, അങ്ങനെയൊക്കെ പെയിൻറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ. ഇനാമൽ പെയിൻ്റൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം ടൈറ്റിൽ തന്നെ അടിക്കുക, അല്ലെങ്കിൽ ഒലിച്ചിറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അടിച്ചടിക്കുക ഇവിടെ ഒലിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം ടൈറ്റിലൊക്കെ അടിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. താങ്ക് യു, ബൈ.